ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര പഞ്ചായത്തിന്റെ തൊഴിൽ മൊബിലൈസേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത് സെലക്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരവും സർട്ടിഫിക്കറ്റ് വിതരണവും MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര പഞ്ചായത്ത് തൃശൂരിൽ വെച്ച് നടത്തിയ ജോബ് ഫെയർ തൊഴിൽ മൊബിലൈസേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത് സെലക്ഷൻ കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് സ്നേഹാദരവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. ചേലക്കര പഞ്ചായത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി MLA UR പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. അത് ഏത് രീതിയിലാണ് എൻ്റെ സ്വാധീനം ചെലുത്തി എൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന ശ്രമം നടത്താറുണ്ട്. അത് കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കാറുണ്ട്. തിരുവനന്തപുരത്ത് പോകുമ്പോഴെല്ലാം നല്ലപോലെ അനുഭവപ്പെടാറ്. അത് അവരുടെ നാട്ടിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുക. സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ നാടിനും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ്, എന്നാൽ അവർക്കും കൂടെ കിട്ടുമല്ലോ എന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്വഭാവത്തിൽ നമുക്കങ്ങനെ ഇടപെടുമ്പോൾ നല്ലപോലെ പഠിപ്പിച്ചാൽ ഉയർന്ന സ്വാധീനത്തിപ്പോൾ അവരുടെ സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആ സ്വാധീനം കൊണ്ട് ഈ നാടുകളിൽ വികസനം വരും. ആ കൂട്ടത്തിൽ ഇവിടെ ഇപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ ഡോക്ടർ ജയൻ അദ്ദേഹം ഒരു നല്ല ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുക. കൂടാതെ നമ്മുടെ അദ്ദേഹം ഇപ്പോൾ ഒരു വഴി കാണിച്ചു വന്നാൽ ആ വെള്ളം ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാൻ വേറെ പണിയെടുക്കണം. ആ പണിയെടുക്കാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങളും കൃഷി ഓഫീസറുമെല്ലാം നല്ലപോലെ ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അവർക്ക് അഭിനന്ദിക്കാം. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇത്തരം പദ്ധതികൾ ഇവിടെ ചേലക്കരയിൽ നമുക്കറിയാം. ചേലക്കര മണ്ഡലം തന്നെ ഒരു കാർഷിക മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട കൃഷിക്കാർ ഇപ്പോൾ പുതിയ തലവേദനയും കൂടെ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെ പന്നിയും മയിലും കുരങ്ങനും മലയണ്ണാന കാണിച്ചെങ്കിൽ ഇപ്പോൾ ആനയും വന്നു തുടങ്ങി. അപ്പോൾ അത് പുതിയ തലവേദനയാണ്. കൃഷിക്കാർ കൂടുതൽ ഇവിടെ മലയോര പ്രദേശമായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് കൃഷിക്കാർക്ക് ഒരുപാട് വെല്ലുവിളികളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും അതിനെ മറികടക്കാനുള്ള പറ്റാവുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെ മറികടന്ന് ഇപ്പോൾ പ്രളയം വന്നാലും അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം വന്നാലും ഇതെല്ലാം മറികടന്നാണ് കൃഷി പിടിച്ചു നിന്നുകൊണ്ടിരിക്കുന്നത്. പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ചേലക്കര പഞ്ചായത്ത് സെക്രട്ടറി M ജയലക്ഷ്മി കൂടാതെ മറ്റു മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.